നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു. വില വർധന എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതോടെ വില വർദ്ധിപ്പിച്ചത് 8 മാസത്തിനു ശേഷം. ഇന്ധന വില വർധനവ് മറ്റു മേഖലകളിലും വില വർധനവിന് ഇടയാക്കുമെന്ന വിലയിരുത്തൽ. ടൗൺഷിപ്പ് പദ്ധതി പ്രദേശത്ത് 1000 പേർക്ക് കഴിയാവുന്ന ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണവും ആരംഭിക്കും. നിർമ്മാണം ആരംഭിക്കുക ഭൂമി ഏറ്റെടുക്കലിന്റെ തടസ്സം നീങ്ങുന്നതനുസരിച്ച്. ഷെൽട്ടർ ഹോം തയ്യാറാക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഫാക്ടറിയായിരുന്ന കെട്ടിടം നവീകരിച്ച്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന വിശ്വാസികൾ. നവീകരണ പ്രവൃത്തികൾ ക്ഷേത്രത്തിന്റെ പൗരാണികത തകർക്കുമെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. ജില്ലയിൽ വേനൽ മഴ ശക്തമായതോടെ വനംവകുപ്പിന് കാട്ടുതീ ഭീതിയും വന്യമൃഗ ഭീഷണി ആശങ്കയും ഒഴിയുന്നു. ഇത്തവണ ലഭിച്ചത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 186% അധിക മഴ. വിഷുവിനും ഈസ്റ്ററിനും മുന്നോടിയായി ജില്ലയിൽ പടക്ക വിപണി സജീവമായി. വിപണിയിൽ താരങ്ങളായി നയാഗ്ര ഫാൾസും പെപ്സി ഫ്ലവർ പോട്ടും. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കുറ്റിയും കമ്പിത്തിരിയും ഉൾപ്പെടെ വിപണിയിൽ. മുൻവർഷത്തേക്കാൾ ഇത്തവണ പടക്കത്തിന് വിലക്കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നു. എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 2 രൂപ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഇതാണ് പെട്രോൾ ഡീസൽ വില വർധനവിന് ഇടയാക്കിയത്. ഇന്ധന വില വർധനവ് മറ്റു മേഖലകളിലും വിലക്കയറ്റത്തിന് കാരണമായേക്കും. കഴിഞ്ഞ 8 മാസത്തിലധികമായി പെട്രോൾ ഡീസൽ വിലയിൽ കാര്യമായ വർധനവുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് വയനാട്ടിൽ 106 രൂപ 67 പൈസയും ഡീസലിന് 95 രൂപ 95 പൈസയുമാണ് വില. ഇതാണ് 2 രൂപ വീതം വർദ്ധിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഫാക്ടറിയായിരുന്ന കെട്ടിടം ഷെൽട്ടർ ഹോമായി നവീകരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിന്റെ തടസ്സം നീങ്ങിയാൽ ടൗൺഷിപ്പ് പദ്ധതിക്ക് ഒപ്പം തന്നെ ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണവും ആരംഭിക്കും. 1000 പേർക്ക് കഴിയാൻ പറ്റുന്ന തരത്തിലാണ് നവീകരിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ പാർപ്പിക്കുന്നതിനായാണ് ഷെൽട്ടർ ഹോം തയ്യാറാക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഷെൽട്ടർ ഹോം തയ്യാറാക്കാൻ പദ്ധതിയുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തകാലത്ത് ഏറ്റവും പ്രതിസന്ധിയായിരുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് ക്രമീകരിക്കാനായിരുന്നു. മേപ്പാടിയിലെ വിവിധ വിദ്യാലയങ്ങളിലായിരുന്നു ക്യാമ്പുകൾ ഒരുക്കിയിരുന്നത്. ഇത് വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മഴയ്ക്ക് മുൻപ് തന്നെ ആവശ്യമായ ഷെൽട്ടർ ഹോമുകൾ ഒരുക്കാൻ തീരുമാനിച്ചത്. വരുന്ന മഴക്കാലത്തിന് മുൻപ് തന്നെ 1000 പേർക്ക് കഴിയാവുന്ന ഷെൽട്ടർ ഹോമാണ് ആദ്യം ഒരുക്കുക. സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഫാക്ടറിയാണ് ഷെൽട്ടർ ഹോമാക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മറികടന്നാൽ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഷെൽട്ടർ ഹോം തയ്യാറാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സമാനമായ രീതിയിൽ ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുന്നുണ്ട്. റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കുമ്പോൾ അപകട സാധ്യതാ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കം ഇത്തരം ഷെൽട്ടർ ഹോമുകൾ ഉപയോഗപ്പെടുത്തും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിശ്വാസികൾ. നവീകരണ പ്രവൃത്തികൾ ക്ഷേത്രത്തിന്റെ പൗരാണികത തകർക്കുമെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ക്ഷേത്രത്തിന്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് ക്ഷേത്ര നവീകരണ നടപടികൾക്ക് തുടക്കമിട്ടത്. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ പാലിച്ചാണ് പുനരുദ്ധാരണ നടപടികൾ തുടങ്ങിയത്. വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെയും തന്ത്രി തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിന്റെയും ചുറ്റമ്പലത്തിന്റെയും നവീകരണമാണിപ്പോൾ നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പൗരാണികത നശിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ചിലർ പുനരുദ്ധാരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നേടിയെടുക്കുകയായിരുന്നു. വിളക്കുമാടത്തിന്റെ കരിങ്കല്ലുകൾ ഇളകി വീഴുന്ന നിലയിൽ അപകടാവസ്ഥയിലാണ്. ഇത് നവീകരിച്ച് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സുരക്ഷ ഒരുക്കണമെന്നുമാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ചില തൽപര കക്ഷികളുടെ ഒരു സ്വാർത്ഥമായ താല്പര്യത്തിന്റെ പേരിൽ ചില കോടതി വിധികൾ നേടുകയും ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം തന്നെ അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തുണ്ട്. അറിഞ്ഞു തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളും എത്രയും പറ്റും അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ ഈ വിഷു ഉത്സവം വരുന്നു. 10,000 കണക്കിന് ആളുകളാണ് വരുന്നത്.
ഈ പൗരാണിക നിലനിർത്തിയിട്ടുള്ള അതിൻ്റെ കൽത്തൂണുകളെല്ലാം അപകടാവസ്ഥയിലാണുള്ളത്. എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്ന രീതിയിലാണ്, അതായത് ഭക്തജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലാണ് നിലവിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറുള്ളത്. ക്ഷേത്രത്തിന്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുന്നതെന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. ജില്ലയിൽ വേനൽ മഴ ശക്തമായതോടെ വനം വകുപ്പിന് ആശ്വാസം. കാട്ടുതീ ഭീതിയും വന്യമൃഗഭീഷണി ആശങ്കയും ഒഴിയുന്നു. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 186% അധിക മഴയാണ് ഈ വേനലിൽ ജില്ലയിൽ കൂടുതൽ ലഭിച്ചത്. വനത്തിലുൾപ്പെടെ ഹരിതാഭ പടർന്നതോടെയാണ് കാട്ടുതീ ഭീതിയിൽ നിന്നും ആശ്വാസം പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 1 മുതൽ ഏപ്രിൽ 6 വരെ ജില്ലയിൽ ലഭിക്കേണ്ട സാധാരണ വേനൽ മഴയുടെ അളവ് 32.8 മില്ലിമീറ്ററാണ്. എന്നാൽ ഈ വർഷം ഇതുവരെ ലഭിച്ചതാകട്ടെ 93.7 മില്ലിമീറ്റർ മഴയാണ്. അതായത് 186% വർധനവാണ് വേനൽ മഴയിൽ ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് പകുതിയോടെ ആരംഭിച്ച വേനൽ മഴ ഏപ്രിൽ പകുതിയോടടുത്തിട്ടും നിലയ്ക്കാതെ തുടരുന്നത് വനം വകുപ്പിന് ഏറെ ആശ്വാസം പകരുന്നു. മുൻവർഷങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വനമേഖലയിൽ കനത്ത വരൾച്ചയായിരുന്നു അനുഭവപ്പെട്ടത്. ഇത് കാരണം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാട്ടുതീ വനംവകുപ്പ് അധികൃതരെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ വനത്തിനുള്ളിൽ വരൾച്ച രൂക്ഷമാവുന്നത് കാരണം വന്യമൃഗങ്ങൾ തീറ്റയും വെള്ളവും തേടി നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും പതിവായിരുന്നു. എന്നാൽ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കർണാടക, തമിഴ്നാട് വനമേഖലയിലും നല്ല രീതിയിൽ മഴ ലഭിച്ചതിനാൽ വനത്തിനുള്ളിൽ ആവശ്യത്തിന് തീറ്റ ലഭിക്കാൻ തുടങ്ങിയത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനായി വനത്തിനുള്ളിൽ കുളം നിർമ്മാണം, ബ്രഷ്വുഡ് ചെക്ക് ഡാം തുടങ്ങിയ നിരവധി പദ്ധതികളും വനംവകുപ്പ് നടപ്പിലാക്കിയിരുന്നു. വേനൽ മഴ ലഭിച്ചതോടെ ഇവയെല്ലാം ഇന്ന് ജലസമൃദ്ധമാണ്. വേനൽ മഴ ലഭിച്ചതോടെ കുടിവെള്ള പ്രശ്നത്തിനും ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട്. വേനൽ മഴ തുടർന്നുള്ള ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മലനാട് ന്യൂസ്, വെള്ളമുണ്ട. വിഷുവിനും ഈസ്റ്ററിനും മുന്നോടിയായി ജില്ലയിൽ പടക്ക വിപണി സജീവമായി. ഇത്തവണ വിപണിയിൽ താരങ്ങളാവാൻ നയാഗ്ര ഫാൾസും പെപ്സി ഫ്ലവർ പോട്ടും ടൈമിംഗ് ഡിജിറ്റൽ ബോംബുകളും അടക്കം നിരവധി ഇനങ്ങളാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കുറ്റിയും കമ്പുത്തിരിയുമെല്ലാം ഇത്തവണയും വിപണിയിലുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയാണുള്ളതെന്നും പോക്കറ്റുകാരിയാകാതെ വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാമെന്നും കച്ചവടക്കാർ. വിഷുവും ഈസ്റ്ററും ആഘോഷമാക്കാൻ നിരവധി വെറൈറ്റി ഇനങ്ങളാണ് പടക്ക വിപണിയിൽ എത്തിയിരിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ മനോഹരമായ കാഴ്ചയൊരുക്കുന്ന നയ ഫാൾസും പെപ്സി ഫ്ലവർ പോട്ട്, പോപ്കോൺ വോൾട്ടേജ് പൂക്കുറ്റിയും പടക്ക വിപണിയിൽ സ്റ്റാർ ആകാൻ എത്തിക്കഴിഞ്ഞു. ഇതിനു പുറമെ ടൈമിംഗ് ബോംബ്, ഡിജിറ്റൽ ബോംബ്, ഫ്ലവർ ഫാൻസി, ബട്ടർഫ്ലൈ തുടങ്ങി അപകടരഹിതമായി ഉപയോഗിക്കാവുന്ന ഇനങ്ങളും വിപണിയിലുണ്ട്. വിവിധ വർണ്ണങ്ങളിൽ കത്തുന്ന ഫിഷ് കമ്പിത്തിരി, ക്യൂട്ട് ഫ്ലവർ പോട്ട്, ട്രൈകളർ പൂക്കുറ്റി, കൂടാതെ നിലചക്രം, മത്താപ്പുകൾ, കമ്പിത്തിരികൾ, 1 മുതൽ 240 ഷോട്ടുകൾ വരെയുള്ള പടക്കങ്ങൾ എന്നിവയും വിപണിയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം വിലക്കുറവാണെന്നതും കച്ചവടക്കാർ പറയുന്നു. ഐഎൻസി, രമേശ്, വനിത, സുപ്രീം. പിന്നെ കഴിഞ്ഞ വർഷത്തെ വില വർദ്ധനയില്ല. കഴിഞ്ഞ വർഷത്തെ അതേ വില തന്നെയാണ് പോകുന്നത്. ഈ വർഷം ഒരു നയാഗ്ര ഫാൾസ് എന്ന പുതിയൊരു വെറൈറ്റി. മലനാട് ന്യൂസ്, ബത്തേരി. പഞ്ചാരക്കൊല്ലി, പീലാക്കാവ് ഭാഗങ്ങളിൽ വനപ്രദേശത്തോട് ചേർന്ന ഭാഗത്തെ അടിക്കാടുകൾ നീക്കം ചെയ്യാൻ വൈകുന്നതിലും ഭൂമിക്ക് NOC നൽകാത്തതിലും DFO ഓഫീസിൽ CPM പ്രതിഷേധം. അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും സമയബന്ധിതമായി NOC ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ പഞ്ചാരക്കൊല്ലി താറാട്ട് രാധയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനൊടുവിലാണ് പഞ്ചാരക്കൊല്ലി, പിലാക്കാവ് ഉൾപ്പെടെയുള്ള ഭാഗത്തെ അടിക്കാടുകൾ നീക്കം ചെയ്യുമെന്ന് വനംവകുപ്പ് അധികൃതർ പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയത്. എന്നാൽ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് അടിക്കാടുകൾ നീക്കം ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വളർത്തുനായയെ വന്യമൃഗം പിടികൂടിയതോടെ പ്രദേശവാസികൾ വീണ്ടും ഭീതിയിലായി. ഇതേ തുടർന്നാണ് ഇന്ന് 10:30 CPM കണിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ DFO ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്ക് NOC ലഭ്യമാക്കാത്തത് സംബന്ധിച്ചും പ്രതിഷേധമറിയിച്ചു. തുടർന്ന് വനം വകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ
ടെൻഡർ നടപടികൾ അതിവേഗം പൂർത്തിയാക്കി അടിക്കാടുകൾ വെട്ടുമെന്നും ഭൂമിക്ക് NOC ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഈ വർഷം ജനുവരിയിലാണ് പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കടുവ പിടിച്ച് കൊലപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായി അവിടുത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടിക്കാടുകൾ ഉൾപ്പെടെ വെട്ടിമാറ്റാമെന്ന് വനംവകുപ്പ് ഉറപ്പുവന്നാണ്. എന്നാൽ ചില പ്രദേശങ്ങൾ മാത്രമാണ് വനംവകുപ്പ് വെട്ടിമാറ്റിയിട്ടുള്ളത്. ഇപ്പോഴും വന്യമൃഗ ഭീഷണിയിലാണ് ആ പ്രദേശമുള്ളത്. അത് അടിയന്തരമായി വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM-ൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അടിയന്തരമായി നാളെ ടെൻഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് അടിക്കാടുകൾ വെട്ടിമാറ്റുന്ന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധമായിട്ട് NOC ഏകദേശം പല ആളുകളും 6 മാസവും 3 കൊല്ലമൊക്കെ NOCക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ NOC പരിശോധിച്ച് അടിയന്തരമായി NOC കൊടുക്കാമെന്ന ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രതിഷേധ സമരത്തിന് AK റൈഷാദ്, ജെയിംസ് വർഗീസ്, രാജു മൈക്കിൾ, അജിത് വർഗീസ്, TA പാത്തുമ്മ, വിധുബാല വിജയൻ, KP ഉസ്മാൻ, UK കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, മാനന്തവാടി. പഞ്ചാരക്കുലി തറാട്ട് ഭാഗത്ത് വന്യമൃഗം വളർത്തുനായയെ പിടിച്ചു. കടുവയെന്ന പ്രദേശവാസികൾ കടുവയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിക്കാതെ വനംവകുപ്പ്. പഞ്ചാരക്കൊല്ലി താറാട്ട് രാധാകൃഷ്ണന്റെ 3 വയസ്സ് പ്രായമുള്ള വളർത്തുനായയെയാണ് ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ വന്യമൃഗം പിടികൂടിയത്. നായയെ കാണാതായതിനെ തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ നായയുടെ ശരീരാവശിഷ്ടങ്ങൾ 200 മീറ്ററോളം മാറി വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തി. തലേദിവസം രാത്രി 12 മണിയോടെ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ വളർത്തു നായ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് നിന്ന് വന്യമൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു. കടുവയുടെ കാൽപ്പാടുകളാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ കടുവയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കടുവയോട് സാദൃശ്യമുള്ള മറ്റേതെങ്കിലും വന്യമൃഗമാകാമെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച രാത്രി കടുവ എന്ന് പറഞ്ഞ ഒരു ജീവി എൻ്റെ 3 വയസ്സുള്ള ഒരു നായനെ പിടിച്ചു. വെള്ളിയാഴ്ച ശനിയാഴ്ച വീണ്ടും രാത്രി 12 മണിക്ക് വന്ന് ആ നായനെ പിടിച്ചു കൊണ്ടുപോയി തൂണിക്കെട്ടിയ നായനെ ചെങ്ങലോടെ കൊണ്ടുപോയി 200 മീറ്റർ അകലെ കൊണ്ടുപോയി ഫോറസ്റ്റിലിട്ട്. അവർ വന്ന് ഫോറസ്റ്റുകാർ സ്ഥിരീകരിച്ചത് കടുവ അല്ല എന്നാണ് പറയുന്നത്. പ്രദേശവാസികളുടെ ഭീതി അകറ്റുന്നതിനാവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ പഴേരി നിവാസികൾ കരടിപ്പേടിയിൽ. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടുകാർ ഭയപ്പാടിലായിരിക്കുന്നത്. ഇതിനിടെ ചിലർ കരടിയെ നേരിട്ട് കണ്ടതായും പറയുന്നു. പഴേരി ശ്മശാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇവിടെ പലയിടങ്ങളിലും കരടി ചിതൽപുറ്റുകൾ മാന്തി പൊളിച്ച നിലയിലാണ്. ഇതിനിടെ പ്രദേശത്തെ ചിലർ കരടിയെ നേരിട്ട് കണ്ടതായും പറയുന്നു. ഇതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് പഴേരി. നിലവിൽ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണ്. ഇതിനു പുറമെ കരടിയും പ്രദേശത്തെത്തിയെന്നറിഞ്ഞതോടെ ഭയപ്പാടിലാണ് നാട്ടുകാർ. ഈ കഴിഞ്ഞ രാത്രി ഇവിടെ കരടി ഇറങ്ങിയിട്ടുണ്ട്. കരടി ഇറങ്ങി ഇവിടെ ഈ പുറ്റുകളൊക്കെ മാന്തി പൊളിച്ച് ഇതിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് വളരെ ഭീതിയിലാണ്. കാരണം ഒരു ഭാഗത്ത് ആന, ഒരു ഭാഗത്ത് കരടി, ഒരു ഭാഗത്ത് പന്നി നേരം സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ ഈ റോട്ടിൽ കൂടി പോലും ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാ ഭാഗത്തു നിന്നും പന്നി തോട്ടങ്ങളിലൊക്കെ തമ്പടിച്ചുകൊണ്ട് ആളുകളുടെ മേത്തേക്ക് ചാടി വീഴുന്നൊരവസ്ഥ. കാരണം ഈ പാല് കൊടുക്കാൻ പോകുന്ന ആൾക്കാർ, സ്കൂൾ വിട്ട് വന്ന മദ്രസ പോകുന്ന കുട്ടികളൊക്കെ വളരെ ഭീതിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഫെൻസിങ് അനുവദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസം ഇറ്റാച്ചിയൊക്കെ അവിടെ പണിയെടുത്തു. പക്ഷേ ഇതുവരെ ആയിട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തികൾ തുടങ്ങിയിട്ടില്ല. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി പഴയേരിയിൽ കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചു. പുളിക്കൽ രാജിന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന തെങ്ങും കവുങ്ങും കാപ്പിയും അടക്കമുള്ള വിളകളാണ് നശിപ്പിച്ചത്. വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തിയതോടെ ഭയപ്പാടിലായിരിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് രാജന്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയത്. വീടിനോട് ചേർന്ന് നിന്നിരുന്ന 2 തെങ്ങുകളും വാഴ, കാപ്പി, കവുങ്ങ് തുടങ്ങിയ വിളകളുമാണ് കാട്ടാന നശിപ്പിച്ചത്. കൂടാതെ സമീപത്തെ പഴേരി കണ്ടംപുരി ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നിരുന്ന വാഴകളും മുളകളും കാട്ടാന നശിപ്പിച്ചു. 1.5 കിലോമീറ്ററിലധികം ദൂരെയുള്ള വനത്തിൽ നിന്നാണ് കാട്ടാന എത്തിയത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് കാട്ടാന എത്തിയതോടെ ഭയപ്പാടിലായിരിക്കുകയാണ് നാട്ടുകാർ. ഞാൻ ആന വന്ന് വീടിൻ്റെ മുൻപക്കോടെയാണ് വന്നത്. ഒരു തെങ്ങിൻ്റെ ഇത് കളഞ്ഞ് അത് കഴിഞ്ഞ് നേരെ കയറി മേലോട്ട് വന്ന് ഒരു തെങ്ങ്, വാഴ, കവുങ്ങ്, ഒരു കാപ്പി, അങ്ങനെ കുറേ സാധനങ്ങൾ നശിപ്പിച്ച് അവിടെ നിന്ന്
പറമ്പ് അതേ വഴിക്ക് തന്നെ വേറെ ചവിട്ടിക്കൂട്ടി എല്ലാം കൂടി നശിപ്പിച്ചൊക്കെയാണ് ഇവിടുന്ന് പോയേക്കുന്നത്. ഞങ്ങൾക്ക് ഭയം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്കൊന്നും പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകെ എങ്ങനെയാണ് പേടിച്ചിട്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളത് അറിയില്ല. വനാതിർത്തിയിലെ തകർന്ന പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തുന്നത്. ഈ സാഹചര്യത്തിൽ കാട്ടാനകളെ പ്രതിരോധിക്കാൻ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി നഗരസഭയും ടൗൺ ലയൺ ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് വിജയകരമായി 8ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന കാർണിവൽ കണ്ടവരുടെ പ്രതികരണങ്ങൾ. അക്വേറിയമിന്റെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, തണലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇല്ല, ഇതിന് മുമ്പ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല രസമുണ്ട്. ഞാനും ഇവിടെയുള്ള കുറെ ടൈപ്പ് മീനുകളെ വളർത്തിയിട്ടുള്ളതാണ്. ഓസ്കാർ, ഗൗര, അങ്ങനെ കുറെ ടൈപ്പ് മീനുകളെ വളർത്തിയിട്ടുള്ളതാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനുണ്ട്, നന്നായിട്ട് കാണാനുണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്നതന്നെ കാണാനുണ്ട്. കൽപ്പറ്റ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലെ അക്വാ ടണൽ എക്സ്പോയിലെ മെഡിക്കൽ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. മേപ്പാടി ആസ്റ്റർ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. തുറന്നുവെച്ച മനുഷ്യ ശരീരത്തിൽ രോഗം ബാധിക്കാത്ത അവയവങ്ങൾ, അപകടങ്ങളിൽ പരിക്കേറ്റ അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ കൈകാലുകൾ, ഗർഭസ്ഥ ശിശു തുടങ്ങി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതെല്ലാം അടുത്തറിയാൻ ഇവിടെ അവസരമുണ്ട്. കൽപ്പറ്റയിൽ നടക്കുന്ന അക്വാ ടണൽ എക്സ്പോയിൽ ആദ്യം കാണാനാവുക മെഡിക്കൽ എക്സിബിഷനാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അറിവുകളാണ് ഇവിടെ നിന്നും ലഭിക്കുക. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്തു ചെയ്യണം, പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീണാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് എങ്ങനെ, മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ എക്സിബിഷൻ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രമല്ല ഞങ്ങളുടെ നഴ്സിംഗ് കോളേജും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് PMR, അതേപോലെ ന്യൂറോ സയൻസസ്, ഇവരുടെയൊക്കെ അവരുടെ ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേയിൽ ഒരുക്കിയിട്ടുണ്ട്. അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടികൾക്ക് മുലപ്പാൽ ലങ്സിലേക്ക് പോയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരുപാട് കുട്ടികൾ മരിച്ചുപോയതായിട്ട് കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ അമ്മമാരും കുട്ടികളായിട്ട് വന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് രക്ഷപ്പെടുത്തുക, അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നാട് മൊത്തത്തിൽ ഹൈലി ഇൻഫോർമേറ്റീവാണ്. തുറന്നുവെച്ച മനുഷ്യ ശരീരം ഉൾപ്പെടെ നിരവധി കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യ മെഡിക്കൽ പരിശോധനയ്ക്കും ഇവിടെ സൗകര്യമുണ്ട്. അക്വാ ടണൽ എക്സ്പോയിലെത്തുന്ന ആയിരങ്ങളാണ് ഓരോ ദിവസവും മെഡിക്കൽ എക്സിബിഷനും കാണുന്നത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി പെരിക്കല്ലൂരിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കി KSRTC. ലാഭകരമായി നടത്തിയിരുന്ന 3 സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയത്. ഇതോടൊപ്പം പെരിക്കല്ലൂർ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായില്ല. നിരവധി ദീർഘദൂര ബസ് സർവീസുകളാണ് KSRTC പെരിക്കല്ലൂരിൽ നിന്നും റദ്ദ് ചെയ്തത്. ഇതിൽ പുലർച്ചെ 3:20 പാല, 4:30 ഉണ്ടായിരുന്ന കോഴിക്കോട്, 7 മണിക്കുണ്ടായിരുന്ന കോഴിക്കോട്, 7:20 കായംകുളം, രാത്രി 9:30 അടൂർ എന്നീ സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയത്. കുടിയേറ്റ ജനതയുടെ വേരുകൾ ഉള്ള മധ്യ തിരുവിതാംകൂറിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന സർവീസുകളാണ് KSRTC നിർത്തലാക്കിയത്. മുമ്പ് 17 ബസ് സർവീസുകൾ ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10-ൽ താഴെയായി ചുരുങ്ങി. ഈ KSRTCനെ ശരിക്കും KSRTC ഈ പെരിക്കലൂരിൻ്റെ ബസ് സർവീസുകളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ബസ്സുകൾ പലതും ഇന്നിപ്പോൾ അവർ ഓരോ കാരണങ്ങൾ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1979 പെരിക്കല്ലൂരിലേക്ക് ആദ്യമായി ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചത്. 2015 പെരിക്കല്ലൂരിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനായി സ്ഥലം ഏറ്റെടുത്തത്. 1 ഏക്കർ സ്ഥലം പെരിക്കല്ലൂർ സെന്റ് തോമസ് ദേവാലയമാണ് സൗജന്യമായി വിട്ടു നൽകിയത്. 44 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ സ്ഥലം ഈ ആവശ്യത്തിനായി പഞ്ചായത്തും വില കൊടുത്തു വാങ്ങി. ഇവിടെ ബസ് യാർഡും സ്ഥാപിച്ചു. സമീപകാലത്ത് ഡ്രൈവർമാർക്ക് താമസിക്കാനായി കെട്ടിടങ്ങളും നിർമ്മിച്ചു. നിലവിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി. 50 ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ ബസ് യാർഡ് നിർമ്മിച്ചത്. ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവും KSRTC കൈക്കൊണ്ടിട്ടില്ല. ചുറ്റുമതിൽ, യാത്രക്കാർക്കുള്ള വിശ്രമസ്ഥലം, ഓഫീസ് കെട്ടിടം എന്നിവയ്ക്കായി 4.5 കോടി രൂപയുടെ പദ്ധതി മുളങ്കൊല്ലി പഞ്ചായത്ത് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. കമ്പോള നിലവാരം.
കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 410, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 252, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 700, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 690, നേന്ത്രക്കായ കിലോയ്ക്ക് 50, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 186, സ്വർണം പവന് 66,280, വെള്ളി ഗ്രാമിന് 106 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു. വില വർധന എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതോടെ വില വർദ്ധിപ്പിച്ചത് 8 മാസത്തിനു ശേഷം. ഇന്ധന വില വർധനവ് മറ്റു മേഖലകളിലും വില വർധനവിന് ഇടയാക്കുമെന്ന വിലയിരുത്തൽ. ടൗൺഷിപ്പ് പദ്ധതി പ്രദേശത്ത് 1000 പേർക്ക് കഴിയാവുന്ന ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണവും ആരംഭിക്കും. നിർമ്മാണം ആരംഭിക്കുക ഭൂമി ഏറ്റെടുക്കലിന്റെ തടസ്സം നീങ്ങുന്നതനുസരിച്ച്. ഷെൽട്ടർ ഹോം തയ്യാറാക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഫാക്ടറി ആയിരുന്ന കെട്ടിടം നവീകരിച്ച്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന വിശ്വാസികൾ. നവീകരണ പ്രവൃത്തികൾ ക്ഷേത്രത്തിന്റെ പൗരാണികത തകർക്കുമെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. ജില്ലയിൽ വേനൽ മഴ ശക്തമായതോടെ വനംവകുപ്പിന് കാട്ടുതീ ഭീതിയും വന്യമൃഗ ഭീഷണി ആശങ്കയും ഒഴിയുന്നു. ഇത്തവണ ലഭിച്ചത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 186% അധിക മഴ. വിഷുവിനും ഈസ്റ്ററിനും മുന്നോടിയായി ജില്ലയിൽ പടക്ക വിപണി സജീവമായി. വിപണിയിൽ താരങ്ങളായി നയാഗ്ര ഫാൾസും പെപ്സി ഫ്ലവർ പോട്ടും. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കുറ്റിയും കമ്പിത്തിരിയും ഉൾപ്പെടെ വിപണിയിൽ. മുൻവർഷത്തേക്കാൾ ഇത്തവണ പടക്കത്തിന് വിലക്കുറവ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.